2-3 വർഷമായി വീട്ടിൽ ടി വി കേട് വന്നിട്ട് പിന്നെ പുതിയതൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും അനുട്ടന് ടി വി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ടി വി പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ഒട്ടും പ്ലാൻ ഇല്ലാതെ അവിടെ നിന്ന് ഒരു വാഷിംഗ് മെഷീനും കൂടി വാങ്ങിച്ചു കേട്ടോ. ഒരേ സമയം 2 കമ്പനിയുടെ ടി വി ഓൺ ആക്കിയിട്ട് സെയിം സോങ് വെച്ചു കേട്ടോ, ക്ലാരിറ്റി ഒക്കെ കാണിക്കാൻ. അപ്പം അതിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ടി വി തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോഴാണ് വിജയൻ്റെ സോങ് വന്നത്. അപ്പം അതും കണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. അവൻ ജനിച്ചു വീണത് 2 വിജയ് ഫാനായിട്ടുള്ള മാമന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അവനൊരു വളർന്നു വരുന്ന വിജയ് ഫാനും കൂടിയാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ടി വിയും വാഷിംഗ് മെഷീനും എത്തിയത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ടി വി ഒക്കെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അനുക്കുട്ടി സ്കൂളിൽ പോകുമ്പോൾ തന്നെ ടി വി വരുമെന്നുള്ളൊരു ഹാപ്പിനെസ്സിലാണ് പോയത്. പക്ഷെ ഞാൻ അവനൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു ടി വി വന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ടി വി വന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് ഹൈദി വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. വാഷിംഗ് മെഷീൻ വന്നു. അവനെ പറ്റിക്കാന്ന് വിചാരിച്ചു. പക്ഷെ വാഷിംഗ് മെഷീൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണോണ്ട് അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞു അപ്പോൾ വാഷിംഗ് മെഷീൻ മാത്രമേ വന്നുള്ളൂ എന്ന്. അങ്ങനെ ടി വി കണ്ടു കിട്ടാൻ. ഇന്നത്തെ പരീക്ഷയ്ക്ക് നീ തയ്യാറാണോ? ഹാപ്പി